أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ രണ്ടാമത്തെ ബാച്ചിൻ്റെ 161ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന് വേണ്ടി ചെയ്യുന്ന ഈ ചെറിയ ഖിദ്മകളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ അവസരം ലഭിക്കുന്ന വലിയ ഒരു സംരംഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. റമളാൻ പകുതി കഴിഞ്ഞു. വളരെ വിശേഷപ്പെട്ട, നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന വളരെ വിശിഷ്ടമായൊരു ദിവസമാണ് നമ്മുടെ മുന്നിൽ. ധർമ്മവും അധർമ്മവും, സത്യവും അസത്യവും, നീതിയും അനീതിയും തമ്മിൽ പടവെട്ടി സത്യവും ധർമ്മവും നീതിയും വിജയിച്ച ബദർ പോരാട്ടത്തിൻ്റെ കഥ. ബദർ, നമുക്കറിയാം, ഇതുപോലൊരു റമദാനിൽ 17-ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും അങ്ങ് മദീനയിൽ ജീവിക്കുമ്പോൾ മക്കയിൽ നിന്ന് സ്വൈര്യം കെട്ട് ജീവിക്കാൻ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ എല്ലാ നിലക്കുമുള്ള അക്രമങ്ങളും പീഡനങ്ങളും സഹിച്ച് നാട് വിട്ടു പോകേണ്ടി വന്നല്ലോ അങ്ങ് മദീനയിലേക്ക്, യസ്രിബിലേക്ക്. അവിടെയും ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള സംഭവങ്ങളും ആസൂത്രണങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ബദർ നടക്കുന്നത്. ഞാൻ ബദറിൻ്റെ പശ്ചാത്തലമോ ചരിത്രമോ വിവരിക്കുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ചിലർ തന്നെയെങ്കിലും ഇസ്ലാമിനെ പുതിയ കാലത്ത് ബദർ യുദ്ധമെന്നും ഉഹദ് യുദ്ധമെന്നും ഖന്തഖ് യുദ്ധം, ഖൈബർ യുദ്ധം, ഹുനൈൻ യുദ്ധം, ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങളെ പേര് പറഞ്ഞ് ആ യുദ്ധം കൊണ്ട് വളർത്തിയ പ്രസ്ഥാനമാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് ചരിത്രം പഠിക്കാത്തതിൻ്റെ കാരണത്താലാണ്. ഇസ്ലാമിൽ ഇന്ന് ഈ കേൾക്കുന്ന യുദ്ധങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ, ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ സാധിക്കും ഇത് മുഴുവനും പ്രതിരോധം മാത്രമായിരുന്നു എന്ന്. ഒരു കടന്നാക്രമണം എവിടെയും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രസിദ്ധമാണ് ബദർ. ബദറിൻ്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം, എല്ലാവരും പഠിക്കണം, എങ്ങനെയാ ബദർ ഉണ്ടായത് എന്ന്. തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നമ്മൾ ചരിത്രങ്ങൾ പഠിക്കാതിരുന്നാൽ നമ്മളും തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് എല്ലാവരും ബദർ ചരിത്രം പഠിക്കണം, മറ്റിങ്ങനെയുള്ള സമര പോരാട്ടങ്ങളുടെയൊക്കെ ചരിത്രം പഠിക്കണം. പഴയ കാലത്തൊക്കെ അല്ലേ, നമ്മുടെയൊക്കെ നാടുകളിലുണ്ടായിരുന്നു ബദർ പാടിപ്പറയലൊക്കെ. ഇപ്പോൾ അത് തുലം കുറവാണ്.
നമ്മൾ ചരിത്രം പഠിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തിയിട്ട് പഠിക്കണമെന്നാണ് എനിക്ക് സമയത്ത് പറയാനുള്ളത്. ഏതായിരുന്നാലും അന്ന് ആ ഒരു സംഘം 300 ചില്ലാനം വരുന്ന ആ സംഘം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായ 1000ഓളം വരുന്ന പോരാളികളോട് ഏറ്റുമുട്ടി ഈ നിരായുധരായ എന്ന് പറയാം അല്ലേ, മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നില്ലേ, ബദറുൽ ഹുദ യാസീനൻ നബി ഖറജായ നേരം ബടർക്കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയദ് വർണ്ണമതാം പിൻരണ്ടും അസുവതുമാമേ. അതിങ്ങനെ വായിച്ച് അതിൻ്റെ അർത്ഥം അങ്ങനെ നോക്കി. അവരിലെ അടവസുയൂഫേട്ടുണ്ട് തിസ്അരിമാഹും. സുയൂഫ് 8, ആളുകൾ 300-ലധികം, വാളുകൾ 8. അന്നത്തെ ആയുധങ്ങളാണത്. അതുമാത്രം മതി ഇവരൊരു യുദ്ധത്തിനുള്ള പുറപ്പാടല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇവരൊരു കടന്നാക്രമണമോ അല്ലെങ്കിൽ ഒരു അറ്റാക്കിനോ ഉള്ള ഒരുക്കം അല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോട്ടെ, ഞാൻ വീണ്ടും അങ്ങോട്ട് വരികയല്ല. അങ്ങനെ ആ നിരായുധരായ സംഘം സർവായുധ സജ്ജരായ 1000ഓളം വരുന്ന ആളുകളോട് പടവെട്ടി വിജയിച്ച ചരിത്രം ബദർ. ഈ ലോകത്തെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ബദരീങ്ങൾ. മാഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും ബദരീങ്ങളെ സ്മരിക്കണം, ബദരീങ്ങളെ ഓർക്കണം, അസ്മാ ഉൽ ബദർ ചൊല്ലണം, ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യണം. ഇജാബത്തിന് വലിയ വലിയ സാധ്യതയുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ ആ വിഷയം ഇവിടെ നിർത്തുന്നു. എല്ലാവരും ബദർ പഠിക്കുകയും ചരിത്രം പഠിക്കുകയും ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യുകയും എല്ലാ ദിവസവും ബദരീങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ തന്നെയെങ്കിലും ഓതി ഹദിയ ചെയ്യുകയും വേണം. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ, എവിടെ ചെല്ലുമ്പോൾ, അങ്ങ് മഹ്ശറയിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ പരിചയപ്പെടും. നമുക്ക് അവരെ കണ്ടാൽ മനസ്സിലാവും. അവർ ഷഫായത്ത് ചെയ്യും. നമ്മൾക്ക് ഷഫായത്ത് എന്നൊരു സംഗതി ഉണ്ടല്ലോ. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി ഒരുപാട് ആളുകൾക്ക് ശുപാർശ ചെയ്യാം, ഷഫായത്ത് ചെയ്യാമെന്നാണല്ലോ പറഞ്ഞത്. അതിൽ ബദരീങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ആ ബദരീങ്ങളൊക്കെ നമ്മളെ അവിടെ ഷഫായത്ത് ചെയ്യാൻ കിട്ടണമെങ്കിൽ, നമുക്കവരെ ലഭിക്കണമെങ്കിൽ, അവർ നമ്മെ അറിയണമെങ്കിൽ ഒരു കണക്ഷൻ ഇപ്പോൾ തന്നെ അവരുമായിട്ട് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ. ഖൈറായ ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹു വീട്ടിത്തരട്ടെ. നമുക്ക് ദുആ ചെയ്യാം. നമുക്ക് ഓതാം കുറച്ച്. സൂറത്തുൻ നൂർ 29 വരെയാണ് ഓതിയത്. ഇന്ന് 30-ാമത്തെ ആയത്ത് മുതൽ കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن
أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم قل للمؤمنين يغضوا من أبصارهم يغضوا ശ്രദ്ധിക്കണം ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. അടുത്ത ആയത്ത് നോക്കിയാൽ ഇപ്പം നമ്മൾ ഓതിയ എത്ര പോലെ നൂനുകളുണ്ട് അതിലെ ശബ്ദമുള്ളത് എണ്ണി നോക്കുന്നുണ്ട് കേട്ടോ. എണ്ണി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടണം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അറിയിക്കണം. ശബ്ദമുള്ള നൂന് എത്ര എണ്ണം വന്നിട്ടുണ്ട്. ഏതായാലും മിക്കവാറും ഖുർആനിൽ ഒരായത്തിൽ ശബ്ദമുള്ള ഇത്രയും നൂനുകൾ വന്നത് വേറെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഒന്ന് നോക്കണേ എല്ലാവരും. ഓക്കേ. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها. നല്ലോണം ശ്രദ്ധിക്കണേ. وَلْيَضْرِبْنَ بِخُمُرِهِنَّ عَلَى جُيُوبِهِنَّ ശബ്ദമുള്ള നൂനിൽ നിർത്തിയ ശ്രദ്ധിച്ചില്ലേ. ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن. ശരിക്കും ശ്രദ്ധിച്ച് തെറ്റാതെ ഓതണേ. ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി അഖവാതിഹിൻ ഔ നിസാഇഹിന്ന ഔ മാ മലകത് അയ്മാനുഹുന്ന ഔ ഇത്താബിഈന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാൽ. നോക്കണേ, ഔ ഇത്താബിഈന കഴിഞ്ഞ് ഗൈരി ഉലിൽ ഇർബത്തി. ഇർബത്തി ശ്രദ്ധിക്കണം കേട്ടോ. ആ റായിനെ തിറക്കേക്ക് ചെയ്യണേ. ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാലി അവി الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. أيها المؤمنون എഴുതി നോക്കിയേ. സാധാരണ നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു എന്നൊക്കെ എഴുതുമ്പോൾ ഇങ്ങനത്തെ ഹ ആണ് ഉണ്ടാവുക. അല്ല, ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിലാണ് കാണുന്നത് ഖുർആനിൽ. അത് ഈ ഖുർആനിൻ്റെ എഴുത്ത് റസ്മുൽ ഉസ്മാനില്ലേ, അതിൻ്റെ പ്രത്യേകതയാണ്. എന്താ ചോദിച്ചേ? രണ്ടും ഹാ തന്നെയല്ലേന്ന്. നല്ല ചോദ്യമാണ്. അതാണെങ്കിലും ഇതാണെങ്കിലും ഹാ തന്നെയല്ലേന്ന്. ഓക്കെ, പക്ഷേ ആ ഹായിൽ എങ്ങനെ ഒരാളെ നിർത്തുകയാണെങ്കിൽ യാ അയ്യുഹ എന്നാ പറയാ. ഇതോ യാ അയ്യുഹ്, വ്യത്യാസമുണ്ട്. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله
والذين يبتغون الكتاب مما ملكت أيمانكم فكاتبوهم إن علمتم فيهم خيرا وآتوهم مما لله الذي آتاكم ولا تكرهوا فتياتكم على البغاء إن أردنا تحصنا لتبتغوا عرض الحياة الدنيا ومن يكرههن فإن الله من بعد إكراههن غفور رحيم ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين. Okay? وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. വഅൻകിഹുൽ അയാമ, ഒന്ന് വ അ വേണം, വങ്കി പറ്റൂല, വങ്കി പറ്റൂല. അതായത് ഹംസ ഖത്ഇന്റെ ഹംസയാണ് എന്നർത്ഥം. രണ്ട് നൂനിന് ശേഷം ക വന്നാൽ ഗായാവൂല. കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വഅൻകിഹുൽ അയാമ, വഅൻകിഹുൽ അയാമ, ലയാമി ഇല്ല, ലയാമ. ശ്രദ്ധിക്കണം. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. Okay? ഇനി നോക്കിയേ ബാക്കി. وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله. يعني وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله. والذين يبتغون الكتاب مما ملكت أيمانكم يبتغون فكاتبوهم إن علمتم فيهم خيرا وآتوهم مما لله الذي آتاكم. ശരിക്കും ശ്രദ്ധിക്കണേ, ഒന്ന് നോക്കി. وآتوهم مما لله الذي آتاكم ولا تكرهوا فتياتكم على البغاء إن أردنا تحصنا لتبتغوا. ولا تكرهوا فتياتكم على البغاء إن أردنا تحصنا لتبتغوا عرض الحياة الدنيا. إن أردنا تحصنا ومن يكرههن فإن الله من بعد إكراههن غفور رحيم. ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين. الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور
യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഇതൊരു സുപ്രസിദ്ധമായ ആയത്തല്ലേ, കുറേ ആളുകൾക്ക് ഇത് കാണാതെയൊക്കെ കിട്ടും അല്ലേ. ഓക്കെ, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് വല്ല ആവരുതേ. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. മസലു നൂരിഹി കമിഷ്കാത്തിൻ. മിഷ്കാത്ത് നോക്കി എഴുതിയത് അല്ലേ, മിഷ്കാത്ത് വാവുണ്ട് കാഫിന് ശേഷം. കമിഷ്കാത്തിൻ. സലാത്ത് ഗദാത്ത് എന്നൊക്കെ പറഞ്ഞതുപോലെ അലിഫിന് പകരം വാവ് എഴുതി. ഖുർആൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത. ഫീഹ മിസ്ബാഹ്. മിസ്ബാഹ്. അൽ മിസ്ബാഹു ഫീ സുജാജഹ്. അൽ മിസ്ബാഹു ഫീ സുജാജഹ്. എന്താ പറഞ്ഞേ? അവിടെ എങ്ങനെ നിർത്താതെ ഓതുകയാണ്. എവിടെ? മിസ്ബാഹു എന്നുള്ളോട് നിർത്താതെ അടുത്തതിൽ ചേർത്തി. നല്ല ചോദ്യം. നോക്കിയേ, കരോൾട്ടാ. കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹുനിൽ മിസ്ബാഹു ഫീ സുജാജഹ്. അങ്ങനെ തന്നെ. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദ്. നോക്കിയേ, കഅന്നഹാ കൗകബുൻ ദുർരി. അവിടെ ദാലാണ്, കൗകബുൻ ദുർരി അല്ല. കുറേ ആളുകൾ കൗകബുൻ ദുർരി ആവാറുണ്ട്. ദാല് നോ. യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യഹ് യകാദു സൈതുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. Okay. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له. Okay. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊന്നും ഈ ആയത്തുകളൊന്നും പിന്നെ ഇനി വരില്ല. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. يخافون يوما تتقلب فيه القلوب والأبصار. ليجزيهم الله أحسن ما عملوا. يعني ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. اللهم ارزقنا علما نافعا وعملا صالحا
വർസുഖ്നാ ശഫാഅത ഹബീബിക യാ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചുകൂടെ. والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. أو كظلمات في بحر لجي يغشاه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن يجعل الله له نورا فما له من نور. اوكي. والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. أو كظلمات في بحر لجي في بحر لجي يغشاه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها. വായിച്ച് റെഡിയാക്കിയിട്ട് ഓതണം. ഓക്കെ. لم يكد يراها ومن لم يجعل الله له نورا فما له من نور. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون. ولله ملك السماوات والأرض وإلى الله المصير. ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار. صدق الله العظيم. നോക്കണേ. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات مد اللازم كل قد علم صلاته وتسبيحه والله عليم بما يفعلون. ولله ملك السماوات والأرض وإلى الله المصير. ألم تر أن الله يزجي سحابا سحابا ثم يؤلف بينه ثم يجعله ركاما. അവിടെയുള്ള ലാമിൻ്റെ ഒന്നും അതേപോലെ ഹർക്കത്തുകളൊന്നും മാറരുതേ. فترى الودق يخرج من خلاله
وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار صدق الله العظيم. അല്ലാഹുവേ, നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ് എല്ലാ ഫിത്നകൾ ഷർറുകളിൽ നിന്നും, ഹസദ്, സിഹർ, ഐൻ പോലത്തെ എല്ലാ ഷർറുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും ഈ തദ്രീബിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എല്ലാ ഷർറുകളെ തൊട്ടും കാവലാകണേ അല്ലാഹ്. ഖൈറായ ഹലാലായ മുറാദുകളൊക്കെ നീ നിറവേറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആ കൊണ്ട് കടപ്പെട്ട ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവർ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഷർറുകളെ തൊട്ട് കാവലാകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതിനൊക്കെ കാരണമാകുന്ന ഒരു സദസ്സായി തദ്രീബ് നീ കബൂലാക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام